ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 51. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂക്തം 23 മണ്ഡലം 1. അതിൽ 1 മുതൽ 12 വരെയുള്ള കണ്ടു കഴിഞ്ഞു. ഇന്ന് 13, 14, 15 നോക്കുന്നത്. അതിലെ ദേവത ഉഷാവാണ്. അതിൽ ഉഷാവ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വേറൊരു രൂപമാണ്. സൂര്യനെ 12 തിരിച്ചിട്ടുണ്ട്. സൂര്യൻ എന്ന് പറയുമ്പോൾ ഊർജ്ജ സ്രോതസ്. ഊർജ്ജ സ്രോതസ്സിനെ 12 തിരിച്ചതിൽ ഒന്നാണ് ഉഷാവ്. അങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാന്തമായിട്ടുള്ളത് മാത്രമല്ല, ഉഷാവിനെ ചിത്രീകരിക്കുന്ന ആടുകളെ തെളിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലാണ്. ആടുകളെ തെളിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആട് എന്നെല്ലാം പറയുന്നത് വേദപ്രകാരം അത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണിനെ തെളിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. വൈദ്യുതി എന്ന് പറയുന്നത് ഒരു കോയിലിൻ്റെ അകത്തുള്ള, നമ്മൾ വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നത്, ഒരു കോയിൽ ചുറ്റിയിട്ടുണ്ട്, ആർമേച്ചർ എന്ന് പറയും, ജനറേറ്റർ ഉണ്ടാക്കുന്നത്. ആ കോയിൽ എന്ന് പറയുന്നത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആറ്റം എന്ന് പറയുമ്പോൾ നടുവിലൊരു ന്യൂക്ലിയസ്, ഒരു കിണറുമാരിയാണ്, ഒരു ഗുഹമാരിയാണ് എന്നെല്ലാം പണ്ട് നമ്മൾ ആറ്റത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുഹേൻ്റെ അകത്താണ് ഇലക്ട്രോൺ, നടുവിലൊരു ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റും ഓർബിറ്റ്. അത് നോക്കുമ്പോൾ ഒരു ഗുഹമാരി തോന്നും, കുഴിമാതിരി, ഒരു കിണർ മാതിരിയെല്ലാം ഉപമിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിനെയാണ് തെളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോനെയാണ് എന്ന് പറയുന്നത് വൈദ്യുതി എന്ന് പറയുന്നത്. അതിനെ പുറത്തേക്ക് തള്ളി വരുന്ന ശക്തി വിശേഷത്തെയാണ് ഇവിടെ ഉഷാവായിട്ട് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഉഷാവ് എന്ന് പറയുമ്പോൾ ആടിനെ തെളിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലെല്ലാം ചിത്രീകരിക്കുന്നത്. ശാന്ത സ്വഭാവമാണ് വൈദ്യുതി. മറ്റുള്ള ഊർജ്ജങ്ങളെല്ലാം അപേക്ഷിച്ചിട്ട് വളരെ ശാന്ത സ്വഭാവമുള്ളൊരു സംഗതിയാണ്. അപ്പം 12 സൂര്യന്മാരെല്ലാമായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നാണ് ഉഷാവ്. അപ്പോൾ ഇവിടെ വൈദ്യുതിക്ക് പിന്നിലുള്ള ആ ശക്തി, ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷമായിട്ട് ഉഷാവിനെ കാണണം. സൂര്യൻ തന്നെയാണ്, സൂര്യനാണ് നമ്മളെ എനർജിയുടെ പ്രധാന സ്രോതസ്സ്. ഇന്ന് നമുക്ക് സൂര്യനെക്കാട്ടിയും പ്രാധാന്യമുണ്ട് വൈദ്യുതിക്ക് എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി, സൂര്യൻ്റെ പിന്നിലുള്ള ശാന്തമായ സൂര്യൻ, നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന സൂര്യനെയും ഉഷാവായിട്ട് കാണാം. അപ്പോൾ ആ ഒരു മുൻധാരണ വെച്ച് നമുക്ക് ഈ സൂക്തങ്ങളിലേക്ക്, ഈ മന്ത്രങ്ങളിലേക്ക് പോകാം. ആദ്യം 13. ഋഗ്വേദം മണ്ഡലം 1, സൂക്തം 23 13. ആ പുഞ്ചഞ്ചി ആ പൂഷഞ്ചി ത്രബർഹിഷാ മാഘൃണേ തരുണം ദിവാ ആജാനഷ്ടം യഥാ പശും. നഷ്ടപ്പെട്ടു പോയ പശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് പോലെ പൂഷാവ് കുശയോട് കൂടിയതും യജ്ഞധാരകവുമായ സോമം കൊണ്ടുവരണം. ഹേ ദീപ്തിയുക്തനായ പുഷാവേ. ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശം പരത്തുന്നതാണ് വൈദ്യുതി. വൈദ്യുതിയിലൂടെ പ്രകാശമാണ് കിട്ടുന്നത്. ഒരു ഊർജം പ്രകാശരൂപമാണ്. അതുകൊണ്ട് വൈദ്യുതി ദീപ്തിയുക്തനായ പുഷാവേ, നഷ്ടപ്പെട്ടുപോയ പശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് പോലെ, പശുവിനെ നഷ്ടപ്പെട്ടു പോയ പശുവിനെ വരുന്നത് പോലെയാണ് ഈ കമ്പികളിൽ ഒളിഞ്ഞു കിടക്കുന്ന വൈദ്യുതിയെ, ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതിന് ഏതിലൂടെ? നീ കുശയോടുകൂടിയതും യജ്ഞധാരകനുമായ സോമം കൊണ്ടുവരണേ. കുശയോട്. അപ്പം കുശപ്പുല്ലിനെ വേദത്തിൽ എന്തായിട്ടാണ് കാണുന്നത്? മാഗ്നറ്റിക് കോയിലായിട്ട്, കുശപ്പുല്ലിന് സമാനമുള്ള കോയിലുകളായിട്ട്, വയറുകളായിട്ട്. അതായത് ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്നെല്ലാം നമ്മൾ പറയും. അതിൻ്റെ അകത്ത് ഒളിച്ചു കിടക്കുന്ന ഗോക്കളെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ പുറത്തേക്ക് കൊണ്ടുവരണം. യജ്ഞധാരകവുമായ സോമം കൊണ്ടുവരണം. അതൊരു ഇൻപുട്ടാണ്, അതൊരു സോമമാണ്. എന്തെന്ന്? വൈദ്യുതി ഒരു ഇൻപുട്ടാണ്. പല പ്രവർത്തനത്തിലും
നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. ഏതൊരു പ്രവർത്തനത്തിലും നമുക്ക് വേണ്ടത് വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ്, അഗ്നി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു യജ്ഞധാരകവുമായ യജ്ഞത്തെയെല്ലാം പോഷിപ്പിക്കുന്ന വൈദ്യുതിയെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 23-14. പൂഷാ രാജാനം ആഘൃണിൻ അപഗ്ലുഹം ഉഹാഹിതം അവിന്ദ ചിത്രബർഹിഷം. പ്രകാശിക്കുന്ന പൂഷാവ് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന കുശയുക്തമായ സോമം കൊണ്ടുവരുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളിലും പ്രകാശിക്കുന്ന പുഷാവ്, എല്ലാ ഭാഗങ്ങളിലും പ്രകാശിക്കുന്ന വൈദ്യുതി എല്ലായിടത്തും പ്രകാശിക്കും. എന്ത് വേണം? ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന കുശയുക്തമായ സോമം. ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ത്? സോമം. സോമം എന്ന് പറഞ്ഞാൽ എനർജി, ഊർജം, ഇൻപുട്ട്, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി. സോമം അതെങ്ങനെയാണ് വരുന്നത്? ഗുഹയിൽ ഒളിച്ചിട്ടുണ്ട്. അതായത് ഈ വയറിൻ്റെ അകത്താണ് ഇലക്ട്രോൺ ഒളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഒളിച്ചിരിക്കുന്നത്, ആറ്റത്തിൻ്റെ അകത്താണ് ഒളിച്ചിരിക്കുന്നത്. ആറ്റം ഒരു ഗുഹ മാതിരിയാണുള്ളത്. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ പുഷാവ് എന്ത് ചെയ്യണം? വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. സോമരൂപത്തിൽ, ഇൻപുട്ട് രൂപത്തിൽ. ആ വൈദ്യുതിയാണ് പിന്നെ നമ്മൾ വേറെ മെഷീനെല്ലാം ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതൊരു സോമമാണ്, ഇൻപുട്ടാണ്. സോമത്തെ ഇൻപുട്ടായി കാണണം. നമ്മൾ ഏതൊരു കർമ്മത്തിനും ഉപയോഗിക്കുന്ന വസ്തുവാണ് സോമം. അതിന് ഏറ്റവും പ്രധാനം ഏത് കർമ്മം ചെയ്യേണ്ടിയിട്ട് അഗ്നിയാണ് പ്രധാനം, ഊർജ്ജമാണ് പ്രധാനം. ഇവിടെ വൈദ്യുതി ഊർജ്ജമാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ സോമം. ഇനി 15 വേദം മണ്ഡലം 1 സൂക്തം 23-15. ഉദോസ മഹിഭിന്ദുഭി ഷഡ്യുക്താം അനുശേഷിത ഗോഭിർയവം ന ചർകൃഷത്. കൃഷിക്കാരൻ യവം കൊയ്തെടുക്കുന്നത് പോലെ പൂഷാവ് സോമങ്ങളോടുകൂടി 6 ഋതുക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുഷാവ് സോമങ്ങളോടുകൂടി, അപ്പോൾ ആ ശക്തിവിശേഷം സോമത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഏതുപോലെ? 6 ഋതുക്കളെ കർഷകർ യവം കൊയ്തെടുക്കുന്നത് പോലെ. ഋതുക്കളിലൂടെയാണ് കർഷകര് പല വിളകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഋതുക്കളിലൂടെ. അപ്പോൾ ഓരോ വർഷകാലത്ത് നമ്മൾ ഓരോ ചെടികൾ, വർഷത്തിൽ ഓരോ ഋതുക്കളിൽ നമ്മൾ ഓരോ ചെടികൾ നടും. ചില സമയത്ത് നമ്മൾ നെല്ലെല്ലാം നടും. എന്നിട്ട് ചില സീസണിൽ ഋതുവിൽ നമ്മളത് കൊയ്തെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നടക്കും ചിലപ്പം പച്ചക്കറികളാണ് നടുക. അടുത്ത സീസൺ അതായിരിക്കും പറ്റുക. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് നട്ടിട്ട് ഫലം കൊയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സൂര്യനേറ്റ് ഭൂമി ഒരു പ്രത്യേക ക്രമത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കോയിലുകൾ കറക്കിയിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കറന്നിട്ട് എന്തിനെടുക്കുന്നത്? ഈ വൈദ്യുതിയെ കറന്നെടുക്കുകയാണ്. ഏതിൽ നിന്ന്? കുശയിൽ നിന്നും, ഋതുക്കളിൽ നിന്നും കർഷകരെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് പുഷാവ് സോമത്തെ നയിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ, സോമത്തെ കൊണ്ടുവന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം പുഷാവ് ചെയ്യുന്ന എന്താണ്? വൈദ്യുതി കോയിലിൻ്റെ അകത്ത് ഒളിച്ചു കിടക്കുന്ന ഇലക്ട്രോണുകളെ, കോയിലിൻ്റെ അകത്ത് ആറ്റങ്ങളിൽ ഒളിച്ചു കിടക്കുന്ന ഇലക്ട്രോണുകളെ തള്ളിപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതെന്നിട്ട് പുറത്തുകൂട്ട വയറിലൂട്ട പോയി നമ്മൾ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം തളർന്നു കഴിയുമ്പോൾ പിന്നെ ആദ്യം ആ കോയിലിലേക്ക് വന്നു ചേരും.